ഈവൻ അവിടെ ക്ലീനിങ്ങിന് വരുന്ന ഒരാളാണെങ്കിൽ പോലും നോക്കൂ, അവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഇല്ലേ? കാരണം ഇപ്പൊ 2 ദിവസം അവിടെ ക്ലീൻ ആയില്ല, നമുക്ക് അതിൻ്റെ അകത്ത് മണത്തിട്ട് കയറാൻ പറ്റുമോ? അപ്പൊ അവിടെ ആരാ പ്രയോറിറ്റി? ആർക്കാ പ്രയോറിറ്റി? ഡോക്ടറിനാണ്? അല്ല, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ് അവിടെ പ്രയോറിറ്റി. സ്റ്റാഫിനോടൊക്കെ എങ്ങനെയാണ്? നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ? സ്റ്റാഫ്, ബോസ്, ഡയറക്ടർ അങ്ങനെയൊന്നുമില്ല. സ്റ്റാഫിനോടൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ശരിക്കും ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, എനിക്ക് വേണ്ടി അവിടെ അവർ വർക്ക് ചെയ്യുക. സോ ബോസ് ഞാനല്ല, അവരാ. ഞാനല്ല ബോസ്. കാരണം അങ്ങനെയാണ്. കാരണം നമ്മൾ എപ്പോഴും വിചാരിക്കണത് ആസ് എ ഡയറക്ടർ ഓഫ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എനി കമ്പനി അവർ വിചാരിക്കുന്ന അവരാണ് ബോസ്. പക്ഷേ നമ്മൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട്, ഇപ്പം താങ്കൾ വിളിച്ചപ്പം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഇവിടെ വന്ന് ഇരിക്കണമെങ്കിൽ എൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ പെൻഡിങ് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ആ പെൻഡിങ് വെച്ച കാര്യം ആര് ചെയ്യും? അപ്പോൾ അവരാണ് ശരിക്കും ബോസ്. അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്കവിടെ ബോസ്, സ്റ്റാഫ്, ഹൈയിലുള്ളവർ, ലോയിലുള്ളവർ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരേപോലെയാണ് കാണുന്നത്. കാരണം ഈവൻ അവിടെ ക്ലീനിങ്ങിന് വരുന്ന ഒരാളാണെങ്കിൽ പോലും നോക്കൂ, അവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഇല്ലേ? കാരണം ഇപ്പൊ 2 ദിവസം അവിടെ ക്ലീൻ ആയില്ല, നമുക്ക് അതിൻ്റെ അകത്ത് മണത്തിട്ട് കയറാൻ പറ്റുമോ? അപ്പൊ അവിടെ ആരാ പ്രയോറിറ്റി? ആർക്കാ പ്രയോറിറ്റി? ഡോക്ടറിനാണ്? അല്ല, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ് അവിടെ പ്രയോറിറ്റി. അവർക്കാണ് അവിടെ ഏറ്റവും മുൻപന്തിയിലുള്ള സ്ഥാനം ഉള്ളത്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്ഥാനമാനങ്ങളുണ്ട്.